പ്രണാമങ്ങളോടെ എല്ലാ പ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അന്നക്ഷേത്രത്തിലാണ്. നമ്മളോടൊപ്പം ഈ അന്നക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ട്രസ്റ്റി ശ്രീ പ്രദീപ് കുമാർജി ഉണ്ട്. അദ്ദേഹത്തോട് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അന്നദാന മഹാത്മ്യത്തെക്കുറിച്ചും ഇതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഒന്ന് ചോദിക്കാം. നമസ്കാരം. നമസ്തേ പ്രദീപ് ജി, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം തുടങ്ങിയ ഫെബ്രുവരി 13 തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ 18 നിൽക്കുന്നു. ഇനി 2 ദിവസം കൂടി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ നമ്മൾ ഇത്രയും ദിവസങ്ങൾ നൽകി വരുന്ന അന്നദാനം 3 നേരവും അതിനൊരു നല്ലൊരു പങ്കുണ്ട്. കാരണം ഒരു പ്രത്യേക എന്താ പറയുക, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു സവിശേഷത? തെക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കൂടിക്കൊള്ളുന്നത് അന്നദാന പ്രഭുവാണ്. അതെ, നമ്മുടെ 2018 ഈ ട്രസ്റ്റ് രൂപീകരിച്ച് ഈ അമ്പലം ഭരണം കൈയേറ്റപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെണ്ണല പ്രദേശത്തും സമീപ പ്രദേശത്തുമുള്ള എല്ലാ ഭക്തർക്കും സഹോദരങ്ങൾക്കും തന്നെ പറയാം. ഭക്തർക്ക് മാത്രമല്ല, ഏത് മതസ്ഥിലായാലും എല്ലാവരും എല്ലാ മതസ്ഥിൽപ്പെട്ടവർക്കും ഏതെങ്കിലും രീതിയിൽ ക്ഷേത്രത്തിനെ കൊണ്ട് സഹായം ചെയ്യാമെങ്കിൽ അതൊക്കെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഉത്സവം നടത്തി ഗംഭീരമായി കാശ് പൊടിച്ച് കളയുന്നതല്ല നമ്മുടെ ഉത്സവം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നതല്ല ഉത്സവം. ഇതിൻ്റെ പുറമെ നമ്മൾ കാണാത്ത രീതിയിലുള്ള അനേകം ഈ 2 ദിവസം കൊണ്ട് നമ്മൾ അശരണായ കുറേ വ്യക്തിത്വങ്ങൾക്ക് നമ്മൾ ദിനവും അന്നദാനം കൊടുക്കുന്നുണ്ട്. ഇവിടെ കൊടുക്കാതെ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചികിത്സാ സഹായമായി നല്ലൊരു തുക കൊടുത്തു കഴിഞ്ഞു. നമ്മളത് പബ്ലിസിറ്റി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെല്ലാവരും അതിനു വേണ്ടിയല്ല, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് പുറത്തെ പരിപാടികളും അങ്ങനെയാണ്. ഈ ആഘോഷങ്ങളാണ് വർണ്ണപ്പകിട്ടെന്ന് മാത്രമേ കാണൂ. തീർച്ചയായിട്ടും നമ്മളത് പുറത്ത് അറിയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു നല്ലൊരു ഭാഗം അതിന് മാറ്റി വയ്ക്കും. ഈ അന്നദാനത്തിൽ നൽകുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അറിയരുതെന്നുള്ള നമ്മുടെ ഒറ്റ നിർബന്ധമുണ്ട്. പബ്ലിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല. എത്രയോ വിവാഹങ്ങളെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ കേസിന് നമ്മളിപ്പോൾ സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെ അനേകം അന്നദാനത്തിന് ഞങ്ങളിവിടുന്ന് വണ്ടിയിൽ നമ്മുടെ ചിലവിൽ വണ്ടിയിൽ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്ഥിരം നമുക്ക് ഏകദേശം 120ഓളം കമ്മിറ്റി അംഗങ്ങളുണ്ട്. എല്ലാവരും അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഉത്സവം ഗംഭീരമായി. അതെ, ഈ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാം എത്ര ആൾക്കാർ ഊണ് രാവിലെ പോലും ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയതാണ്. നമ്മൾ രാവിലെ 8 മണിക്ക് പ്രഭാത ഭക്ഷണം തുടങ്ങിയിട്ട് ഏകദേശം 2400 പേര് രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഈ സമയം കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2800 പേര് കഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു 1500 പേര് പ്രതീക്ഷിക്കുന്നു. 3-3:30 വരെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാവും. കൂടാതെ അടുത്തത് ഉടനെ രാത്രിയിലത്തെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുക്കളയിൽ. എല്ലാവരും യന്ത്രത്തിൽ എണ്ണയിട്ടതുപോലെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 10-ാം തീയതി തുടങ്ങിയതാണ്. ഇത്തവണ നമ്മൾ സാധാരണ 8 ദിവസം ഉത്സവം ഈ ചില ആൾക്കാർ നമ്മുടെ അഭ്യർത്ഥന അനുസരിച്ച് നമ്മൾ 10 ദിവസമാക്കി. 10 ദിവസം നമ്മുടെ അടുക്കള സജീവമാണ്. ഈ അടുക്കളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ക്വാളിറ്റിയിൽ, അതായത് മല്ലി മുളക് സാധനങ്ങളെല്ലാം നമ്മുടെ സ്വയം കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ്. അതുപോലെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അടുക്കളയിൽ കയറ്റുള്ളൂ. തീർച്ചയായിട്ടും അല്ലാണ്ട് പ്രസാദം കൊടുക്കുന്നതിന് അതിൻ്റെ രീതിയിലല്ല, വഴിപാടല്ല. തീർച്ചയായിട്ടും വഴിപാടെന്ന് പറഞ്ഞാൽ വഴിപാട് കഴിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അത്രയും ഒഴുക്കല്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഇത് കൊടുക്കണേ അതിൻ്റെ ഓരോ കാര്യത്തിലും ഓരോ പ്ലേറ്റിൽ വരെ നമ്മൾ തുടച്ചിട്ടാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിനെല്ലാം ഞങ്ങൾ 5 പേര് ട്രസ്റ്റികൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒറ്റ നിർദ്ദേശത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അതുകൂടാതെ നമ്മുടെ 112ഓളം കമ്മിറ്റി അംഗങ്ങൾ, അവരെ നമ്മൾ വിട്ടുകളയാൻ പറ്റില്ല. അവരുടെ അഹോരാത്രം ചിലവരിപ്പോൾ ഇന്നലെ പലരും ഇവിടെ കിടക്കുന്നവരുണ്ട്. വീട്ടിൽ ഡ്രസ്സ് മാറാൻ 10 മണിക്കോ 11 മണിക്കോ പോയിട്ട് തിരിച്ച് ഇവിടെ വരും. അടുത്ത വൈകുന്നേരത്തെ ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കും. അത് ഞങ്ങളുടെ ഒരു ഭഗവാനോടുള്ള ഒരു സേവനം മാത്രമായിട്ടുള്ള അത്ര പ്രതീക്ഷിക്കും. ടീം വർക്ക് ഭയങ്കര ഒരു ടീം. 112 പേരുടെ ഒരു ടീം എന്ന് പറഞ്ഞാൽ വലിയൊരു ടീമാണ്. അത് ഞങ്ങളുടെ ശരിക്കും എല്ലാവരും, ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് ഈ 10 ദിവസം. പലരും ജോലിക്കാരും പല തരത്തിലേർപ്പെട്ടാണ്. എല്ലാവരും ജോലി മാറ്റി വെച്ചിട്ട് നമ്മളിവിടെ വരും. അതൊരു അനുഭവമാണ് ഈ ഇതിലൊരു കമ്മിറ്റി അംഗം എന്നുള്ളതിൽ. തീർച്ചയായിട്ടും എൻ്റെ ട്രസ്റ്റി എന്നുള്ളതിൽ വളരെ അഭിമാനം. ചാരിതാർത്ഥം, അതായത് തെക്കാട്ട് മഹാദേവനെ സേവിക്കാനുള്ള ഒരു അവസരം.
അതിന് നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ കൊണ്ട് കഴിയുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും വളരെ വളരെ സന്ദേശാത്മകമായ ഒരു വാക്ക് തന്നെയാണ് ശ്രീ പ്രമോദിൽ നിന്ന് നമ്മൾ കേട്ടത്, അത് പ്രദീപ്ജിയിൽ നിന്ന് നമ്മൾ കേട്ടത്. അതായത് മഹാദേവന് വേണ്ടി ഒരു സേവനം ചെയ്യുക, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ പ്രവർത്തനങ്ങളെ കാണുന്നില്ല. കാരണം അതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യുവാൻ സാധ്യവുമല്ല. മഹാദേവനെ സേവിച്ചിടുകിൽ ആ മഹിമയും ആ മഹത്വവും നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് 120-ൽ പരം വ്യക്തിത്വങ്ങൾ അണിചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് 1000-കണക്കിന് ഭക്തജനങ്ങൾക്ക് ഒരു ദിവസം എന്ന കണക്ക് 10 ദിവസമായി ലക്ഷക്കണക്കിന് ഭക്തമാനസങ്ങളിലേക്ക് മനസ്സിനും ശരീരത്തിനും സംതൃപ്തിയും സന്തോഷവും നിറച്ചു കൊടുക്കുന്ന, വിളമ്പിക്കൊടുക്കുന്ന ഒരു മഹാകർമ്മത്തിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. ആ പുണ്യകർമ്മത്തിന് അവർക്ക് മഹാദേവൻ്റെയും പരിവാര ചൈതന്യങ്ങളുടെയും ശ്രേയസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയുമായ അനുഗ്രഹം എപ്പോഴും ലഭിക്കട്ടെ എന്ന് ക്ഷേത്രം മീഡിയയും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം.